ഹായ് ഫ്രണ്ട്സ്, നീ വരുവോളം കഥ ക്ലൈമാക്സിലെത്തിയിരിക്കുന്നു. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ശിവപുരത്തിൻ്റെ മലനിരകളിൽ മഞ്ഞുരുക്കി പെയ്ത വികാരസാന്ദ്രമായൊരു സുപ്രഭാതം. പള്ളിമേടയിൽ നിന്നും എല്ലാവരും മാളിയേക്കൽ തറവാട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ പുലർക്കാലത്തെ പക്ഷികളുടെ കളകൂജനത്തിനൊപ്പം ദേവാലയത്തിലെ പ്രഭാതമണിയുടെ നാദവും അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം താൻ ജനിച്ചു വീണ് സ്വന്തം ചോര തുടിക്കുന്ന വേരുകളുള്ള മാളിയേക്കൽ തറവാടിൻ്റെ പടി കടക്കുമ്പോൾ വീണയുടെ ഉള്ളിൽ വികാരങ്ങളുടെ ഒരു വൻ കടൽ തന്നെയാണ് ഇരമ്പിയത്. ഓരോ ചുവടിലും അവൾ അനുഭവിച്ച മാനസികാവസ്ഥ അവാച്യമായിരുന്നു. അവൾ പതുക്കെ ആ പൂമുഖത്തെ ഓരോ തൂണുകളിലും വിരലോടിച്ചു. ആ തണുത്ത തടിയിൽ ഇന്നും തൻ്റെ കുഞ്ഞു കൈകളുടെ സ്പർശമുണ്ടെന്ന് അവൾക്ക് തോന്നി. മുറ്റത്തെ മരക്കസേരയും താൻ വീണുരുണ്ട മണ്ണും ഒരു കാലത്ത് മുത്തശ്ശൻ കെട്ടിത്തന്ന ഊഞ്ഞാലിൻ്റെ അവശേഷിക്കുന്ന കയറും കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും ഈറനണിഞ്ഞു. എങ്കിലും ആ കണ്ണീരിന് ഇപ്പോഴൊരു പ്രത്യേക മധുരമുണ്ടായിരുന്നു. അത് നഷ്ടബോധത്തിൻ്റെ ആയിരുന്നില്ല, മറിച്ച് എല്ലാം തിരികെ കിട്ടിയതിൻ്റെ ആനന്ദ കണ്ണീരായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളായ ആദിയെയും നിധിയെയും തറവാടിൻ്റെ അകത്തളങ്ങളിലേക്ക് കൈപിടിച്ച് കയറ്റുമ്പോൾ അവൾ പ്രകൃതിയോട് നന്ദി പറയുകയായിരുന്നു. ഇതാണ് മക്കളെ അമ്മയുടെ വീട്, അമ്മ ജനിച്ച മണ്ണ് എന്ന് പറയുമ്പോൾ അവളുടെ ശബ്ദം പൂർണ്ണമായും ഇടറിയിരുന്നു. അകത്തെ മുറിയിലെ പഴയ അലമാര തുറന്ന് താൻ പണ്ട് സ്ഥിരമായി ഇട്ടിരുന്ന ആ കൊച്ചു കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും അമ്മ മേഴ്സി ഇന്നും ഒരു നിധി പോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വീണയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൾ ആ കുപ്പായങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞുപോയി. ഒരു വശത്ത് ഇത്രയും കാലം സ്വന്തം ചോരയെ പിരിഞ്ഞ് അന്യായി ജീവിച്ചതിലെ നേരിയ സങ്കടമുണ്ടായിരുന്നെങ്കിലും തൻ്റെ സ്വന്തം വീടിൻ്റെ പൂമുഖത്തിരുന്ന് അമ്മയുണ്ടാക്കിയ ചൂട് കാപ്പിയും കുടിച്ച് ശ്യാമിൻ്റെ തോളിലേക്ക് തല ചായ്ക്കുമ്പോൾ വീണയുടെ മനസ്സിൽ അതുവരെ ഇല്ലാത്തൊരു ശാന്തത വന്നു നിറഞ്ഞു. വർഷങ്ങളോളം കാറ്റിലും കൊടുങ്കാറ്റിലും പെട്ട് അലഞ്ഞു തിരിഞ്ഞ ഒരു പക്ഷി ഒടുവിൽ സുരക്ഷിതമായി സ്വന്തം കൂട്ടിൽ തിരിച്ചെത്തിയതുപോലെ അവൾ മാളിയേക്കൽ തറവാടിൻ്റെ മാറിലേക്ക് ഒതുങ്ങിക്കൂടി. ആ വീടിൻ്റെ കാറ്റിന് പോലും ഇപ്പോൾ അവളോട് പറയാനുണ്ടായിരുന്നത് കാത്തിരിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥകൾ മാത്രമായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം പള്ളിയിലേക്ക് പോകാനായി എല്ലാവരും ഒരുങ്ങിയപ്പോൾ സണ്ണി പതുക്കെ വീണയുടെ അരികിലെത്തി. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ വർഷങ്ങളുടെ വിരഹം തളം കെട്ടി നിന്നു. മോളെ, നമുക്ക് കാറിൽ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? നിന്റെ ആ കുഞ്ഞു വിരലുകളിൽ തൂങ്ങി ആ പഴയ വഴിയിലൂടെ ഒരിക്കൽ കൂടി പള്ളിമുറ്റം വരെ നടക്കണമെന്ന് ഈ അപ്പന് വല്ലാത്തൊരു മോഹം, സണ്ണി വിതുമ്പലോട് പറഞ്ഞു. വീണയുടെ കണ്ണുകൾ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ നിറഞ്ഞൊഴുകി. അവൾ ആ കൈകളിൽ മുറുക്കെ പിടിച്ചു. അപ്പച്ച, എൻ്റെയും ആഗ്രഹം അതുതന്നെയാണ്. ഒട്ടും വൈകാതെ അവൾ പള്ളിയിലേക്ക് നടന്നു തുടങ്ങി. പ്രകൃതിയോട് വർത്തമാനം പറഞ്ഞും കാട്ടുപൂക്കളെ തൊട്ട് തലോടിയും ആദിയും നിധിയും മുന്നിൽ ചാടി. വീണ തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും നടുവിൽ അവരുടെ കൈകൾ കോർത്തു പിടിച്ച് ആ പഴയ മോളൂട്ടിയായി അവരോട് ചേർന്ന് നടന്നു. ആ കാഴ്ച കണ്ട് പിന്നാലെ നടന്ന ശ്യാമിൻ്റെ ഉള്ളം അഭിമാനം കൊണ്ട് നിറഞ്ഞു. തൻ്റെ പ്രാണേശ്വരിക്ക് നൽകാൻ ഇതിലും വലിയൊരു സമ്മാനം ഈ ലോകത്ത് മറ്റൊന്നുമില്ലെന്ന് അവൻ ഉറപ്പിച്ചു. പള്ളിയോടടുത്തപ്പോൾ ദൂരെ നിന്ന് തന്നെ ജനസാഗരം ദൃശ്യമായിരുന്നു. നാരായണൻ ചേട്ടൻ്റെ ചായക്കടയിൽ നിന്നുയർന്ന ആ വാർത്ത ഒരു കാട്ടുതീ പോലെ ഗ്രാമത്തിൻ്റെ ഓരോ വീടുകളിലും എത്തിയിരുന്നു. എല്ലാവർക്കും കാണേണ്ടത് തങ്ങളുടെ പ്രിയപ്പെട്ട സണ്ണിച്ചായൻ്റെ നഷ്ടപ്പെട്ടുപോയ ആ കൺമണിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു പെരുന്നാൾ രാത്രിയിൽ പള്ളിമുറ്റത്ത് നിന്ന് മാഞ്ഞുപോയ ആ കൊച്ചു മോളൂട്ടിയെ. ജോസഫ് അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ആ വിശുദ്ധ കുർബാന ഭക്തിയുടെ പുതിയൊരു തലത്തിലായിരുന്നു. കുർബാന മധ്യേ അച്ഛൻ വീണയെയും കുടുംബത്തെയും അൾത്താരയ്ക്ക് മുന്നിലേക്ക് വിളിച്ചു. ഇടറിയ ശബ്ദത്തോടെ അദ്ദേഹം അവരെ ഇടവക അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഒപ്പം നിശബ്ദതയുടെ ലോകത്ത് കഴിയുന്ന ആദിമോൻ്റെ രോഗശാന്തിക്കായി മനമുരുകി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തു. ആ നിമിഷം ആ ഗ്രാമം ഒന്നടങ്കം മുട്ടുകുത്തി. മതം നോക്കാതെ, ജാതി നോക്കാതെ ആ ജനത ഒന്നായി പ്രാർത്ഥിച്ചപ്പോൾ പള്ളിമുറ്റത്തെ കാറ്റിനു പോലും ഒരു പുണ്യഗന്ധമുണ്ടായിരുന്നു. കുർബാനയ്ക്ക് ശേഷം ജാതിമത ഭേദമന്യേ ഒരു വലിയ ജനക്കൂട്ടം പള്ളിമുറ്റത്ത് ഒത്തുകൂടി. ഓരോ മുഖത്തും പടർന്ന സന്തോഷം കണ്ടപ്പോൾ ശ്യാമും കുടുംബവും ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ നാടിൻ്റെ ഭംഗി പ്രകൃതിയിൽ മാത്രമല്ല, ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സിലുമാണ്. സ്നേഹം കൊണ്ട് തീർത്ത സുഗന്ധമുള്ള പൂക്കളാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ജോസഫ് അച്ഛൻ വീണയെ അരികിലേക്ക് വിളിച്ചത്.
അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അല്പം ഈറനണിഞ്ഞിരുന്നു. മോളെ, നിനക്ക് കാണണ്ടേ നിൻ്റെ വല്യപ്പച്ചനെ? നിന്നെ കാണാനില്ല എന്നറിഞ്ഞ ആ കറുത്ത നിമിഷം നെഞ്ചു പൊട്ടി മരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മത്തായി ചേട്ടനെ. ആ വാക്കുകൾ കേട്ടതും വീണയുടെ ഉള്ളിലൊരു മിന്നൽ പിണർ പാഞ്ഞു. അവ്യക്തമായ ഓർമ്മകളിൽ ഒരു വലിയ രൂപം തന്നെ എടുത്തുയർത്തുന്നതും ഉമ്മ വെക്കുന്നതും അവൾക്ക് തോന്നി. കണ്ണീരോടെ അവൾ തലയാട്ടി. പിന്നീട് ആ പള്ളിമുറ്റം കണ്ടത് വികാരനിർഭരമായ ഒരു യാത്രയായിരുന്നു. കപ്പ്യാർ കുരിശും തിരികളുമായി മുന്നിൽ നടന്നു. അവർക്ക് പിന്നാലെ ഒരു ഗ്രാമം മുഴുവൻ ഒഴുകി മത്തായി ചേട്ടൻ്റെ കുഴിമാടത്തിലേക്ക്. പതിറ്റാണ്ടുകളോളം ആ കല്ലറയ്ക്കരികിൽ വന്നിരുന്ന് സങ്കടം പറഞ്ഞിരുന്ന സണ്ണിക്കും മേഴ്സിക്കും ഇന്ന് കൂട്ടിന് തങ്ങളുടെ മോളൂട്ടിയുമുണ്ട്. ഒടുവിൽ ആ കുടുംബം ഒന്നായി ആ കല്ലറയ്ക്ക് മുന്നിലെത്തി മെഴുകുതിരികൾ തെളിച്ചു. ജോസഫച്ചൻ അതീവ ഭക്തിയോടെ പ്രാർത്ഥനകൾ ചൊല്ലിത്തീർത്തു. ഓരോരുത്തരായി ആ വിശുദ്ധ കുരിശിൽ ചുംബിച്ച് മത്തായി ചേട്ടനോടുള്ള തങ്ങളുടെ അനശ്വരമായ സ്നേഹം പ്രകടിപ്പിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ തൻ്റെ കഴുത്തിലെ ഉത്തരീയ മൂരി പെതുക്കെ കപ്പ്യാരെ ഏൽപ്പിച്ചു. എന്നിട്ട് വീണയെ ചേർത്ത് പിടിച്ച് ആ കല്ലറയ്ക്ക് അഭിമുഖമായി നിന്ന് അല്പം ഉയർന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, എടോ മത്തായി, താൻ ഇവിടെ നിന്ന് പോയിട്ടില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഇത്രയും കാലം തൻ്റെ മോളെയും കാത്ത് ഈ കല്ലറയ്ക്ക് ചുറ്റും ആത്മാവായി താൻ കറങ്ങി നടക്കുകയായിരുന്നില്ലേ? ദാ, ഞാൻ വാക്ക് തന്നതുപോലെ തൻ്റെ കൊച്ചുമോളെ ഒടുവിൽ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ മാത്രമല്ല, അവളുടെ ഭർത്താവിനെയും തൻ്റെ ചോരയിൽ പിറന്ന 2 കൊച്ചുമക്കളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. തനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കണ്ണു തുറന്ന് കണ്ടോളൂ മത്തായി. തൻ്റെ കണ്ണീരും പ്രാർത്ഥനകളും ആ സർവശക്തനായ ദൈവം കേട്ടിരിക്കുന്നു. അച്ഛൻ്റെ ആ വികാരഭരിതമായ വാക്കുകൾ ആ സെമിത്തേരിയുടെ അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നു. മത്തായി ചേട്ടൻ്റെ ആത്മാവ് അദൃശ്യമായ കൈകളാൽ അവിടെ കൂടിയവരെയെല്ലാം തലോടുന്നത് പോലെ ഒരനുഭൂതി എല്ലാവരിലും നിറഞ്ഞു. ആ നിമിഷം എവിടെ നിന്നില്ലാതെ വീശിയടിച്ചൊരു കുളിർക്കാറ്റ് അവരെ പൊതിഞ്ഞു കടന്നുപോയി. അതാ വല്യപ്പച്ചൻ്റെ സ്നേഹസ്പർശമാണെന്ന് അവിടെ നിന്നവർക്കെല്ലാം തോന്നി. വീണ ആ കുഴിമാടത്തിന് മുന്നിൽ വിതുമ്പലോടെ കുമ്പിട്ടിരുന്നു. വർഷങ്ങളുടെ വിരഹവും നെഞ്ചിലെ സങ്കടവും പ്രാർത്ഥനയായി കണ്ണീരിലൂടെ ആ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങി. ഏറെ നേരത്തിന് ശേഷം ശ്യാം പെതുക്കെ അവളുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. വാ മോളെ, നമുക്ക് പോകാം. ആളുകളുടെ തിരക്കിനിടയിലൂടെ പള്ളിമേടയിലേക്ക് നടക്കുമ്പോൾ ഗ്രാമവാസികൾക്കെല്ലാം വീണയെ ഒന്ന് തൊടാനും കുശലം പറയാനും തിരക്കായിരുന്നു. ആ ആവേശത്തിനിടയിൽ എപ്പോഴാണ് ആദിമോനെ കാണാതായതെന്ന് ആരും ശ്രദ്ധിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് ചുറ്റും നോക്കിയ ശ്യാമാണ് ആ നടുക്കുന്ന സത്യം തിരിച്ചറിഞ്ഞ് വിളിച്ചു പറഞ്ഞത്. ആദിമോൻ എവിടെ? പെട്ടെന്ന് എല്ലാവരുടെയും ഉള്ളിൽ ഭയത്തിൻ്റെ കരിനിഴൽ വീണു. വീണയും ശ്യാമും അലമുറ ഇട്ടുകൊണ്ട് ആ പള്ളിമുറ്റത്താകെ ഓടി നടന്നു. പെട്ടെന്നാണ് വീണയുടെ ഉള്ളിലൊരു ഉൾവിളി ഉണ്ടായത്. സെമിത്തേരിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവനൊപ്പമുണ്ടായിരുന്നു. അവൾ തിരികെ സെമിത്തേരിയിലേക്ക് ജീവനോടെ പാഞ്ഞു. മത്തായി ചേട്ടൻ്റെ കുഴിമാടത്തിനരികിലെത്തിയ വീണ കണ്ടത് കല്ലറയ്ക്ക് മുകളിൽ അബോധാവസ്ഥയിൽ തളർന്നു കിടക്കുന്ന തൻ്റെ പൊന്നുമകനെയാണ്. പൊന്നു മോനെ എന്ന ആർത്തനാദത്തോടെ അവൾ അവനെ വാരിയെടുത്തു. അപ്പോഴേക്കും ശ്യാമും അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. അവൻ മകനെ താങ്ങി പിടിച്ച് പള്ളിമേടയിലേക്ക് കുതിച്ചു. ജോസഫ് അച്ഛൻ ഓടി വന്ന് ആദിയുടെ മുഖത്ത് തണുത്ത വെള്ളം തളിച്ചപ്പോൾ അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു. ഭയം മാറി എല്ലാവരിലും ആശ്വാസത്തിൻ്റെ ഒരു കതിർ പടർന്ന നിമിഷം. വീണ വിതുമ്പലോടെ മകനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് ചുംബിക്കുമ്പോൾ ആ പള്ളിമുറ്റത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദേവതുല്യമായൊരു കുഞ്ഞു ശബ്ദമുയർന്നു. അമ്മേ. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം സ്തംഭിച്ചുപോയി. വീണയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. മോൻ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ? അവൾ ചുറ്റുമുള്ളവരെ നോക്കി അവിശ്വസനീയതയോടെ ചോദിച്ചു. ശ്യാം അത് അവളുടെ തോന്നലാണെന്ന് കരുതി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യ വീണ്ടും വീണയെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ വ്യക്തമായി ഉറക്കെ വിളിച്ചു, അമ്മേ. ആ വാക്കുകൾ ആ പള്ളിമുറ്റത്തൊരു മന്ത്രധ്വനി പോലെ അലയടിച്ചു. ജോസഫ് അച്ഛൻ്റെ കണ്ണുകൾ ആനന്ദത്താൽ നിറഞ്ഞു തുളുമ്പി. അദ്ദേഹം ആദിയുടെ നെറ്റിയിൽ കുരിശു വരച്ചു അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നിന്റെ വല്യപ്പച്ചൻ സ്വർഗത്തിലിരുന്ന് നിനക്ക് നൽകിയ സമ്മാനമാണിത്. ദൈവത്തിന് നന്ദി പറഞ്ഞോളൂ. ശിവപുരം എന്ന ഗ്രാമവും ആ ചെറിയ പള്ളിയും വീണ്ടും ഒരു വലിയ ദൈവിക അത്ഭുതത്തിന് സാക്ഷികളാവുകയായിരുന്നു. നഷ്ടപ്പെട്ട മകളെയും അവളുടെ മകൻ്റെ നിശബ്ദതയ്ക്ക് ശബ്ദവും തിരികെ നൽകിയ ആ പുണ്യഭൂമി സ്നേഹത്തിൻ്റെ പുതിയൊരു ചരിത്രം അവിടെ കുറിക്കുകയായിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം, ഏകദേശം 6 മാസങ്ങൾക്കിപ്പുറം ഒരു സാധാരണ പ്രഭാതം. ബാങ്കിൽ പോകാൻ തയ്യാറായി ഉമ്മറത്തെത്തിയ ശ്യാം തൻ്റെ ഒഫീഷ്യൽ ഷൂസ് കാണാതെ പരിഭ്രമിച്ചു.
വരാന്തയാകെ കണ്ണോടിച്ചിട്ടും അത് കാണുന്നില്ല. അവൻ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, വീണേ, വീണേ, എൻ്റെ ഷൂസ് എവിടെ പോയി? നീ കണ്ടോ? അടുക്കളയിൽ നിന്നും നെറ്റിയിലെ വിയർപ്പ് പതുക്കെ തുടച്ചുകൊണ്ട് വീണ പൂമുഖത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് ചെറിയൊരു ദേഷ്യവും അത്ര തന്നെ നിസ്സഹായതയും ഉണ്ടായിരുന്നു. ഭഗവാനെ, അതും പോയോ? ഇനി ഈ വീട്ടിൽ കാണാതെ പോകാൻ വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആ 2 കുരുത്തം കെട്ട മക്കളെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി ആ ഷൂസ് തിരക്കി നടക്കണ്ട ശ്യാമേട്ടാ. അത് വല്ല ഭിക്ഷക്കാരുടെ പാത്രത്തിലോ അതോ പാവപ്പെട്ട ആരുടെയെങ്കിലും കാലുകളിലോ ഇരിക്കുന്നുണ്ടാവും. അവിടെ പോയി നോക്ക്. എന്നെക്കൊണ്ട് വയ്യ. ഇവരെ കൊണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ തോറ്റു. വീണയുടെ ആ പരിഭവം കേട്ട് അകത്തുനിന്ന് സണ്ണിയും മെഴ്സിയും മറിയാമ്മ ചേട്ടത്തിയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. ആഹാ, ഇവിടെ ആരാ എൻ്റെ മക്കളെ കുറ്റം പറയുന്നത്? മെഴ്സി വ്യാജമായ പരാതിയോടെ ചോദിച്ചു. വീണ ശ്യാമിനെ നോക്കി കൈമലർത്തി. കണ്ടില്ലേ, ഈ അമ്മച്ചിയും മറിയാമ്മച്ചിയും ചേർന്നാണ് അവരെ ഇങ്ങനെ ലാളിച്ച് വഷളാക്കുന്നത്. ഒന്നിനും ഒരു നിയന്ത്രണവുമില്ല. ശ്യാം തൻ്റെ തലയിൽ കൈവച്ചു. ദൈവമേ, ഇനി ഷൂസ് നോക്കി നിന്നിട്ട് കാര്യമില്ല. ടൗണിലെത്തുമ്പോൾ അവിടുന്ന് പുതിയൊരെണ്ണം വാങ്ങാം. ഇനി എന്ത് സാധനം വാങ്ങിയാലും ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി വെക്കേണ്ട അവസ്ഥയാണ്. എൻ്റെ മക്കൾ കണ്ടാൽ അപ്പോൾ തന്നെ അത്യാവശ്യക്കാരെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തു കളയും. അപ്പോഴേക്കും കാറുമായി നവീനും മനുവും മുറ്റത്തേക്കെത്തി. അവർ ചിരിച്ചുകൊണ്ട് ശ്യാമിനെയും കൂട്ടി ഓഫീസിലേക്ക് തിരിച്ചു. നവീൻ്റെ വണ്ടി ഗേറ്റ് കടന്ന് അല്പം കഴിഞ്ഞതും പുറത്തുനിന്നും ഒരു വലിയ ആളാരവം കേട്ടു. ഒരുപറ്റം നാട്ടുകാർ ആദിയെയും നിധിയെയും നടുവിലിരുത്തി താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് വരികയാണ്. വരുന്നവരുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ വീണയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ 2 ചെവിയും പൊത്തിക്കൊണ്ട് അകത്തേക്ക് നടന്നു. സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ അനുഭവിച്ചോ, എനിക്കകത്ത് വേറെ 100 കൂട്ടം പണിയുണ്ട്, ഞാനില്ലേ. നാട്ടുകാർ ഓരോരുത്തരായി പരാതികളുടെ കെട്ടഴിച്ചു. ആദ്യ ചെയ്ത പുതിയ കുസൃതികളും നിധിയുടെ വികൃതികളും കേട്ട് സണ്ണിയും മെഴ്സിയും പരസ്പരം നോക്കി ആനന്ദത്തോടെ പുഞ്ചിരിച്ചു. തങ്ങളുടെ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ സുന്ദരമായ ബാല്യം ഈ കുരുന്നുകളിലൂടെ വീണ്ടും തിരിച്ചു കിട്ടുന്നത് കാണുമ്പോൾ ആ മാതാപിതാക്കളുടെ ഉള്ളം നന്ദിയോടെ നിറയുകയായിരുന്നു. കൂടുതൽ പറഞ്ഞിട്ടൊരു കാര്യവുമില്ലെന്ന് മനസ്സിലായതോടെ പരാതിക്കാരെല്ലാം സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് വന്ന വഴി തിരിച്ചുപോയി. സണ്ണി മക്കളെ 2 പേരെയും തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. മക്കളെ, പിള്ളേരായ കുറച്ച് കുരുത്തക്കേടൊക്കെ അത്യാവശ്യമാണ്. അത് മനസ്സിലാകാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സണ്ണിയും മെഴ്സിയും മറിയാമ്മ ചേട്ടത്തിയും ആ കുരുന്നുകളെ കെട്ടിപ്പിടിച്ച് ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ വർഷങ്ങളായി ആ വീടിനെ മൂടിയിരുന്ന സങ്കടങ്ങളുടെയും നോവുകളുടെയും കരിനിഴലുകൾ പൂർണ്ണമായും അലിഞ്ഞു പോവുകയായിരുന്നു. മംഗലത്ത് തറവാടിൻ്റെ മണ്ണിൽ അവർ പുതിയൊരു സ്വർഗം പണിയുകയായിരുന്നു. ഇനി ഒരിക്കലും വേർപാടുകളില്ലാത്ത, സങ്കടങ്ങൾ തീണ്ടാത്ത, സ്നേഹത്തിൻ്റെ മാത്രം നന്മയുള്ള ഒരു കൊച്ചു സ്വർഗം. നീ വരുവോളം കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു കഥയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. ബൈ ബൈ. സ്റ്റേ സേഫ്.